തുറക്ക തുറക്ക ബാഗ് ഇങ്ങോട്ട് തന്നോളൂ. വരിക. ഇതാണ് വീട്. വന്നോളാ. ഈ നിക്കണതാണ് സാക്ഷാൽ മുകുന്ദനുണ്ണി ഭട്ടതിരി. അതെയോ? വന്നപ്പോഴാണ് അറിഞ്ഞത് അച്ഛൻ ഭട്ടതിരി മരിച്ചു എന്നുള്ള വിവരം. മകൻ അച്ഛനേക്കാൾ കേമനാണെന്ന് അറിഞ്ഞപ്പോ സമാധാനമായി. എന്നാ പുറപ്പെടാം. എങ്ങോട്ട്? കൂർഗിലെ ക്ഷേണായി മന്ദിരത്തിലേക്ക്. അച്ഛൻ തിളച്ച ദുരാത്മാവ് സ്വതന്ത്രയായിരിക്കണു. അവിടെ സംഹാരതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുക. അച്ഛൻ മരിച്ച സ്ഥിതിക്ക് ഇദ്ദേഹത്തിനെ കൊണ്ട് അവളെ കെട്ടിക്കണമെന്നാണ് ആഗ്രഹം. ബന്ധിക്കണമെന്ന്. അതെ, ഈ അച്ഛന്റെ കാര്യങ്ങളൊക്കെ അച്ഛന്റെ കാലത്തോടു കൂടി കഴിഞ്ഞു. ഈ യക്ഷി ഇടയ്ക്കിടയ്ക്ക് പുറത്തു ചാടുമ്പോ യാത്രാ സർവീസ് അവിടെ വന്ന് നടത്തി തരാൻ അച്ഛൻ ഗ്യാരണ്ടി കാർഡും തന്നിട്ടില്ലല്ലോ. ചെല്ല് പോ. അഡ്വാൻസ് തുക കുറഞ്ഞു പോയതുകൊണ്ടാണോ ഈ കോപം? പരദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് വെറ്റിലയും അടക്കയും ദക്ഷിണയായ ഒരു 50,000 1,01,000 രൂപയും കയ്യിലെടുത്ത് പിടിച്ച് നിന്നോളൂ. ഇപ്പ ശരിയാക്കി തരാം. അല്ല അങ്ങനെ അഭിമാനിയായ കടബാധിത പുറത്ത് നിൽക്കുന്ന ഉമ്മൻചാണ്ടിക്ക് സ്വർണ്ണമാല ഇട്ടതുപോലുള്ള ആളാരെന്നറിയോ? സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ജ്വല്ലറികൾക്കും ആവശ്യമായ സ്വർണ്ണം സപ്ലൈ ചെയ്യുന്ന ആളാ. തട്ടാനാ? അതെ, പുള്ളിയുടെ കയ്യിലുള്ള കാശ് തട്ടാനാ. എടാ, നമ്മുടെ ഭാഗ്യം കൊണ്ടോ അവരുടെ ഭാഗ്യ കെടുകൊണ്ടോ അവിടെ ഒരു പ്രേതം പുറത്ത് ചാടി. അതിനെ ഒന്ന് അകത്ത് കയറ്റി കൊടുത്താൽ നമ്മൾ പറയുന്ന കാശ് കിട്ടും. അറിയോ നിനക്ക്? അതിന് മേടിച്ച അഡ്വാൻസ് കൊണ്ടാ പുറത്ത് നിന്ന് കടക്കാരെയും ചെണ്ടക്കാര് തെണ്ടികളെയൊക്കെ പറഞ്ഞു വിട്ടത്. എന്നോട് ചോദിക്കാതെ ഇതൊക്കെ ചെയ്യാൻ നിങ്ങളോട് ആരാ പറഞ്ഞെന്ന്? ഈ പ്രേതം ഭൂതം ഒഴിപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞ കുട്ടിക്കളിയൊന്നുമല്ല. ജീവൻ പണയം വെച്ചിട്ടുള്ള ഏർപ്പാടാ. കുട്ടിക്കാലത്ത് അച്ഛന്റെ കൂടെ പോയി ഞാനും കുറെ കണ്ടിട്ടുള്ളതാ. എനിക്കിതൊക്കെ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാ. അതിനാരൊഴിപ്പിക്കുന്നു? നമ്മൾ അങ്ങോട്ട് പോകുന്നു, പറ്റിക്കുന്നു, തിരിച്ചു പോരുന്നു, അത്രേ ഉള്ളൂ. സമ്മതിച്ചോ? വരുന്നുണ്ട്. ഭാഗ്യം, അദ്ദേഹം വരാന്ന് സമ്മതിച്ചു. ഞങ്ങള് സമ്മതിപ്പിച്ചു. ദക്ഷിണ കിഴക്കിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. അതിങ്ങതാ ബാഗും കിടക്കയും എടുത്ത് റെഡിയായി കോളം പറ. മുകുന്ദനുണ്ണി വന്നാൽ ഒഴിയേണ്ടി വരും. പ്രേതം. എന്താടാ? അവളെന്നെ കേറി പിടിച്ചടാ. ഇങ്ങോട്ട് കേറി പിടിച്ചോ? ആരാ കക്ഷി? കക്ഷിയല്ല, യക്ഷി. യക്ഷിയോ? ഞാനൊരു സ്വപ്നം കണ്ടടാ. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ. അത് ചുമ്മാതാ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇപ്പം വെളുപ്പാങ്കാലത്ത് ഐശ്വര്യ റായിനെ കെട്ടുമെന്നും പറഞ്ഞ് സ്വപ്നം കണ്ടു. എന്നിട്ട് ഫലിച്ചോ? അഭിഷേക് ബച്ചൻ കെട്ടിക്കൊണ്ട് പോയില്ലേ? പോയി. നമുക്ക് കിട്ടാനുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. നീ ആ വാഹനത്തിന് റെഡിയാവ്. എന്ത് വാഹനം? പ്രേതാവാഹനം. അറിയാത്ത പണി ചെയ്യാൻ ഞാനിനിയില്ല. നിനക്കിത് അറിയാത്തത് കൊണ്ടാണ് ഇത് കണ്ടുപഠിക്കാൻ വേണ്ടി സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പ്രേതപടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ലിസ, വീണ്ടും ലിസ, ഭാർഗവി നിലയം, പ്രേതകാരു രക്താണ്ടി, തെലുങ്ക് ഹൊറർ, കിന്നാരത്തുമ്പികൾ. ഇത് പ്രേതപ്പെടാ. നമുക്കൊരു ചെറിയ റിലാക്സിന് വേണ്ടി. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അന്യനാട്ടിൽ കിടന്ന് ചാവാൻ ഞാനില്ല. നിന്നെ ഓർത്ത് നീ വരുത്തി വെച്ച കടങ്ങൾ കൊണ്ട് മനസ്സ് വേദനിച്ച നിന്റെ അച്ഛൻ മരിച്ചത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ആ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഇനി ഒരിക്കലും നിന്റെ പേരും പറഞ്ഞ് ഒരാൾ ഈ മുറ്റത്ത് വന്ന് ബഹളം വെക്കരുത്. ഏതാപത്തിൽ നിന്റെ അച്ഛനെ രക്ഷിച്ചത് പൂർവികന്മാരാൽ കൈമാറി കിട്ടിയ ഈ താളിയോല കെട്ടുകളാ. ഇത് കയ്യിലുള്ളിടത്തോളം കാലം നിനക്കൊരാപത്തും വരില്ല. ഇത് കഴുത്തിൽ അണിയ. ഒരു ദുഷ്ടശക്തിക്കും നിന്നെ കീഴ്പ്പെടുത്താനാവില്ല. കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതിരുന്നിട്ട് 9 വർഷം കഴിഞ്ഞ് ഉരുളി കമത്തി ഉണ്ടായതല്ലേ ഞാൻ. ഇത് വേണോ അമ്മേ? വേണം. നിന്റെ അമ്മയാ പറയുന്നത്. നീ പോണം. അമ്മ പറഞ്ഞത് കേട്ടല്ലോ. ലോകത്തിലെ എല്ലാ അമ്മമാരും മക്കൾക്ക് നന്മ വരണേ എന്ന് പ്രാർത്ഥിക്കും. ഇത് സ്വന്തം മോനെ ഇത്ര സന്തോഷത്തോടു കൂടി ആപത്തിലേക്ക് പറഞ്ഞു വിടുന്നൊരു തള്ളയെ ഞാൻ ആദ്യമായിട്ട് കാണുക. പോകാം. നിരഞ്ജൻ, നീ എവിടെയാ? നീ കാറുമേ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ്. ഞാൻ വേഗം വരാം.
ഞാനാ കാമുകനൊപ്പം പോവാണല്ലേ? ഇതുപോലൊരു നാൾ ഞാനും പുറപ്പെട്ടതാ. പക്ഷേ സമ്മതിച്ചില്ല ഇവിടുത്തെ ഷേണായികൾ. എന്താ നിങ്ങളീ പറയുന്നേ? ഒന്നും അറിയില്ലല്ലേ? എങ്കിലറിയണ്ട. എനിക്ക് കിട്ടാത്തതൊന്നും ഇവിടെ ആർക്കും വേണ്ട. നിനക്കും. എന്തെത്ര വൈകിയത്? ഒന്നുമില്ല. വേഗം വാ. ടയർ മാറണം. വേണ്ട, വേഗം രക്ഷപ്പെടാം. വാ. ഏയ്, നീ ഇതെങ്ങോട്ടാ? വരാനല്ലേ പറഞ്ഞേ? ഹേയ്, നീ ഇതെന്താ കാണിക്കുന്നത്? വരാൻ. വിടാൻ. ഹേയ്. വേണ്ട ദേവ, നമുക്ക് പോകണ്ട. നമുക്ക് വരാനല്ലേ പറഞ്ഞേ? വല്ല വിവരം ഒരു കിട്ടിയോ? വിവരമില്ല. എന്തായി? ഒന്നും ആയില്ല. ആ പോയിട്ടുണ്ട്, അറിയിക്കാം. എന്തായി? ഞങ്ങൾ എല്ലായിടും അരിച്ചു പെറുക്കി നോക്കി, ഒരു വിവരമില്ല. ഒരു വിവരം കിട്ടി. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഹോട്ടലിലും ടാക്സി സ്റ്റാൻഡിലും എല്ലായിടവും നോക്കി, ഒരിടത്തും ഇല്ല. പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? ചേട്ടാ, എന്താ? ക്ഷമിക്കില്ലെന്നറിയാം. എങ്കിലും എനിക്ക് പോകാതെ പറ്റില്ല. ഇഷ്ടപ്പെട്ട നിരഞ്ജനൊപ്പം ഞാൻ പോകുന്നു. എന്നെ തിരക്കണ്ട. ചതിച്ചു കളഞ്ഞോ വാസത്ത്. രാജേന്ദ്രനോട് സുഭദ്രയോടും ഒക്കെ എന്താ ജഗട്ട പറയാ? അവരവിടെ കല്യാണത്തിന്റെ ഒരുക്കത്തിലല്ലേ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. അതിനിത്ര വേവലാതിപ്പെടേണ്ട കാര്യം എന്താ? മകൾ ഒന്നല്ലല്ലോ, കല്യാണപ്രായമായ ഒരാൾ കൂടിയില്ലേ, നമ്മുടെ ചന്ദന. ആദ്യം ആ കുട്ടിയോട് ചോദിക്ക്, ഈ വിവാഹത്തിന് സമ്മതമാണോന്ന്. ഇക്കാര്യത്തെ കുട്ടികളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവര് പറഞ്ഞത് കാര്യമില്ലാതില്ല. ചന്ദനയോട് നാളെ തന്നെ ഇവിടെ എത്താൻ പറഞ്ഞ് ജയകേട്ടനൊന്ന് വിളിക്കേ.